ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണോ, അതേപോലെ തന്നെ സൗണ്ട് ഓഡിബിൾ ആണോ എന്ന് ചാറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് പറയാവോ നിങ്ങൾ? സ്ക്രീൻ വിസിബിൾ ആണോ, സൗണ്ട് ഓഡിബിൾ ആണോ എന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള കുറെ പേര് ജോയിൻ ചെയ്യാനുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണ്, സൗണ്ട് ഓഡിബിൾ ആണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയൂ. ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഒരു 8:05 തുടങ്ങാം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള കുറെ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യാൻ. ഓക്കെ. ഓക്കെ, ആൾക്കാർ ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ടല്ലോ. സോ ജസ്റ്റ് ജോയിൻ ചെയ്യുന്നതിൽ നിങ്ങൾ ആ ഫസ്റ്റ് ടൈം ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് ആദ്യമായിട്ട് CSIR ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാവോ? സോ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ഓക്കെ ഓക്കെ, ആൾക്കാർ. ഓക്കെ, ആരതി സി. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. അങ്ങനെ ഈ ഫസ്റ്റ് ടൈം ഉള്ള ആൾക്കാരൊന്ന് ജസ്റ്റ് യെസ് ഒന്ന് പറയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് ലെവലിൽ പോണം എന്നുള്ളതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആരതി, അഞ്ജലി, അമൃത, സുഹൈന. ഓക്കെ. നിരഞ്ജന. ഓക്കെ. സോ നമ്മള് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോളിക്കുലാർ ബയോളജിയാണ്. സോ ആ അതായത് മോളിക്കുലാർ ബയോളജി ക്ലാസ് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ ഓക്കെ. സോ നമ്മള് ഈ CSIRന്റെ ആസ്പെക്റ്റിൽ എടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ, അതായത് നമുക്ക് നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു ടോപ്പിക്കാണ്. ഇപ്പൊ ഞാൻ മുമ്പ് DB ക്ലാസ് എടുത്തിട്ടുണ്ട്. DB ഒക്കെ വേണമെങ്കിൽ ഓപ്ഷണലാ, അതായത് ഓപ്ഷണൽ ഇൻ ദ സെൻസ് ചില ആൾക്കാർ പഠിക്കും, ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എന്നാ വേണമെങ്കിൽ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് മാറ്റി വെച്ച് വേറെ ഒന്നൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. പക്ഷെ മോളിക്കുലാർ ബയോളജീനെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ലൈഫ് സയൻസ് ബ്രാഞ്ച് ആരായാലും കമ്പൽസറി ആയിട്ട് പഠിക്കണം. അതായത് നിങ്ങൾക്ക് സ്കിപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് മോളിക്കുലാർ ബയോളജി. നിങ്ങൾ CSIR ലൈഫ് സയൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോളിക്കുലാർ ബയോളജി പഠിച്ചിരിക്കണം എന്നുള്ളത് ഒരു മസ്റ്റ് തിങ് ആണ്. ഓക്കെ.
കാരണം അത്യാവശ്യം, അതായത് ഒരു മെജോറിറ്റി ഒരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് മോളിക്കുലാർ ബയോളജി. സോ CSIR എക്സാമിന് മാത്രമല്ല, ICMR, ICAR, DBT, ഈ പറയുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും കോമൺ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. സോ ഈ മോളിക്കുലാർ ബയോളജി, പിന്നെ ഇത് മാത്രമല്ല, മോളിക്കുലാർ ബയോളജി, സെൽ ബയോളജി, ജനറ്റിക്സ്, ഇതിന്റെ ഒക്കെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡിലാണ്, ഇതിനൊരു ബേസിക് ആണ്. സോ മോളിക്കുലാർ ബയോളജി നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽ ബയോളജി കുറച്ചും കൂടെ നന്നായി മനസ്സിലാവും, ജനറ്റിക്സ് നന്നായി മനസ്സിലാവും, ബയോകെമിസ്ട്രി കുറച്ചും കൂടെ നന്നായി മനസ്സിലാവും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. സോ ആർക്കെങ്കിലും ഞാൻ പോകുന്ന സ്പീഡ് കൂടുതലാ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ആ പേസിൽ പോവാം. ഓക്കെ. സോ ലാസ്റ്റ് ബാച്ചിന് നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുമ്പോൾ മേ ബി ബാച്ചിലേക്ക് സ്പീഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പേടിക്കണം, ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നൊന്നുമില്ല. ഞാൻ ഇന്ന് മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക് എത്രമാത്രം ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്, ഫൗണ്ടേഷണൽ തിങ് ഓഫ് മോളിക്കുലാർ ബയോളജി, അതായത് മോളിക്കുലാർ ബയോളജിന്റെ ഒരു സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മോളിക്കുലാർ ബയോളജിയാണ് ഞാൻ പറയുന്നത്. സോ ഇതിലുള്ള സെൻട്രൽ ഡോഗ്മ വളരെ ഇമ്പോർട്ടന്റ് ആ. ഹിസ്റ്ററി മേ ബി ചോദിക്കാതിരിക്കാം, പക്ഷെ അത് മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു ബേസിക് കാര്യങ്ങളാണ്. കാരണം പല കോമ്പറ്റേറ്റീവ് എക്സാം, നിങ്ങളിപ്പോൾ ഗേറ്റ് എക്സാം, അതായത് CSIR എഴുതുന്ന സമയത്ത് ഗേറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ജാമോ അങ്ങനെ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചോദിക്കും. ഈ ICMR പോലുള്ള എക്സാംസിനൊക്കെ അതൊക്കെ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് ഇതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്. സോ ഭയങ്കര ലോജിക്കുകളോ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടിരുന്ന് കേട്ടാൽ മതി. ഓക്കെ. സോ ഓൾമോസ്റ്റ് 10-14 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ ഹോപ്പ് എല്ലാവരും MSc ലെവലിൽ മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ആരെങ്കിലും മോളിക്കുലാർ ബയോളജി പഠിക്കാത്ത ആൾക്കാരുണ്ടോ ഇതിൽ? ഈ പറഞ്ഞ 14 ആൾക്കാരിൽ ആരെങ്കിലും MScക്ക് മോളിക്കുലാർ ബയോളജി പഠിക്കാത്തവരുണ്ടോ? മോളിക്കുലാർ ബയോളജി ടോപ്പിക്സ് തീരെ അറിയാത്തവർ, മേ ബി ചിലപ്പോൾ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് മേ ബി മോളിക്കുലാർ ബയോളജി അങ്ങനെ ഉണ്ടാവില്ല. സോ അല്ലാത്ത എല്ലാവർക്കും മോളിക്കുലാർ ബയോളജി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. സോ മോളിക്കുലാർ ബയോളജിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്. സോ ഇതിന് മെയിൻ ഈ മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സിലബസിൽ ഈ ടോപ്പിക് കാണാൻ വേണ്ടി പറ്റില്ല. സോ CSIRന്റെ സിലബസിൽ ഇതിന്റെ പേര് ഫണ്ടമെന്റൽ പ്രോസസ്സ്, അതായത് സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫണ്ടമെന്റൽ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അതായത് മോളിക്യുലാർ ലെവലിൽ നടക്കുന്ന ഫൗണ്ടേഷണൽ പ്രോസസ്സുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന സ്റ്റഡി ബ്രാഞ്ച്. സോ ഫണ്ടമെന്റൽ പ്രോസസ്സിന്റെ സിലബസ് ആണിത്. ഓക്കെ. സോ അതിൽ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രോസസ്സിൽ വരുന്നത് കണ്ടോ, DNA റെപ്ലിക്കേഷൻ, റിപ്പയർ ആൻഡ് റീകോമ്പിനേഷൻ. DNA റെപ്ലിക്കേഷൻ എന്താണ്, DNA ഡാമേജ് ആൻഡ് റിപ്പയർ എന്താണ്, DNA റീകോമ്പിനേഷൻ എന്താണ്, ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നത് എന്താണ് റെപ്ലിക്കേഷന്റെ യൂണിറ്റ്, ഏതൊക്കെ എൻസൈംസ് ആണ് ഇൻവോൾവ് ആവുന്നത്, റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ഒരു ഇമേജ് പഠിക്കാനുണ്ട്. പിന്നെ ഈ പറയുന്ന ഫിഡലിറ്റി എന്ന് പറഞ്ഞൊരു ടെർമിനോളജി, ആ ഫിഡലിറ്റി എന്താണ്, പിന്നെ എക്സ്ട്രാ ക്രോമസോമൽ, അതായത് ചില കേസിൽ നിങ്ങൾക്ക് അറിയാം എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽസ് ഉണ്ട്, അതായത് നമ്മുടെ പ്ലാസ്മിഡ്, കോസ്മിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം, സർക്കുലാർ എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽസ്. സോ അവർക്കും റെപ്ലിക്കേഷൻ നടക്കും. അപ്പൊ അവരുടെ റെപ്ലിക്കേഷൻസിനെ പറയുന്ന കാര്യമാണ് എക്സ്ട്രാ ക്രോമസോമൽ റെപ്ലിക്കോണ്. പിന്നെ DNA എന്തൊക്കെ രീതിയിൽ നമുക്കറിയാം, UV റേഡിയേഷൻസ് കാരണം, എക്സ്റേസ് കാരണം, പല റേഡിയേഷൻസ് ഒക്കെ കാരണം നമ്മുടെ DNA പലപ്പോഴും ഡാമേജ് വരുന്നുണ്ട്. സോ ആ ഡാമേജസ് കാരണമാണ് നമുക്ക് ക്യാൻസർ പോലുള്ള ഡിസീസ് ഒക്കെ വരുന്നത്. സോ അങ്ങനെ DNA ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഡാമേജിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മെക്കാനിസം ഉണ്ട് എന്നുള്ളതൊക്കെ പഠിക്കും. പിന്നെ അതിൽ വരുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഹോമോലോഗസ് സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷൻ ഒക്കെ അതിൽ വരുന്ന ടെർമിനോളജി, റിപ്പയർ മെക്കാനിസത്തിൽ വരുന്നത്. സോ ഫസ്റ്റ് പ്രോസസ് ആണ് DNA റെപ്ലിക്കേഷൻ, ഒന്നാമത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നുള്ളതാണ് RNA സിന്തസിസ്, RNAയുടെ ഫോർമേഷൻ, അതിന്റെ പ്രോസസ്സിങ്ങും റെഗുലേഷനും. RNA സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. DNA നിന്ന് RNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ആ ട്രാൻസ്ക്രിപ്ഷനെയാണ് RNA സിന്തസിസ് എന്ന് പറയുന്നത്. സോ RNA സിന്തസിസ് എങ്ങനെയാണ്, ആ RNA പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ RNA ചില സമയത്ത് ഉണ്ടായി വരുന്നത് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, അത് എവിടേക്കാന്നുള്ളത് കണ്ടോ.
മെക്കാനിസം ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ട്രാൻസ്ക്രിപ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആക്ടിവേറ്റേഴ്സ് ആരൊക്കെയാ? അതിനെ റിപ്രസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? RNAക്ക് വേണ്ട മേജർ എൻസൈം ആണ് RNA പോളിമറേസ്. പിന്നുള്ളതാണ് പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ക്യാപ്പിംഗ്, അതേമാതിരി RNA എഡിറ്റിംഗ്, സ്പ്ലൈസിംഗ്, പോളി അഡിനിലേഷൻ ഒക്കെ പറയുന്നത് പ്രോസസ്സിംഗിലെ സ്റ്റെപ്പാണ്. പിന്നുള്ളതാണ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഡിഫറെന്റ് RNA. നമ്മുടെ ബോഡിയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് RNAകൾ ഉണ്ട്. ആ RNAകളുടെ ഫംഗ്ഷൻ അതാണ് റൈബോസൈം, റൈബോസിറ്റസ്, നോൺ കോഡിങ് RNA, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ RNAയുടെ പല സാധനങ്ങൾ. പിന്നുള്ളതാണ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ്, പ്രോസസിംഗ് ആൻഡ് ഡീഗ്രഡേഷൻ. സോ പ്രോട്ടീൻ സിന്തസിസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സ്, ഒറ്റ സെക്കൻഡ്. സോ അതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ട്രാൻസ്ലേഷൻ. ചില സമയത്ത് നമ്മുടെ ബോഡിയിലെ ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. ട്രാൻസ്ലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞ് പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ ആ പ്രോട്ടീനിൽ ചില രീതിയിൽ, പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് അറിയാം പോളിപെപ്റ്റൈഡ് ആയിട്ട് നീളത്തിലുള്ള ചെയിൻ ആയിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതൊരു ഫങ്ഷണൽ പ്രോട്ടീൻ ആവണമെങ്കിൽ അതിനെ അതിന്റെ സ്ട്രക്ചറൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. അതാണ് ട്രാൻസ്ലേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പിന്നെ ചാപ്പറോൺസ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് വെച്ച് അതിനെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ലെവല്. സോ ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എല്ലാ സ്ഥലത്തും എല്ലാ സെല്ലുകളിലും ഒരേപോലെയാണോ നടക്കുന്നത്? ഞാൻ ജസ്റ്റ് ചോദിക്കുക. നമ്മുടെ ബോഡിയിൽ പല ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട്. സോ എല്ലാ സെല്ലുകളിലും ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒരേപോലെയാണോ നടക്കുന്നത്? ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ആർക്കെങ്കിലും അറിയാമോ? അതായത് നമുക്കറിയാം നമ്മുടെ സെല്ലിൽ എല്ലാത്തിലും ട്രാൻസ്ക്രിപ്ഷൻ RNA ഉണ്ടാവുന്നുണ്ട്, ട്രാൻസ്ലേഷൻ പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട്. ഇത് എല്ലാ സെല്ലിലും ഒരേപോലെയാണോ? ഓക്കെ, അഖിനെ പറഞ്ഞത് നോ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരുടെ ഒക്കെ ഒപ്പീനിയൻ എന്താ? നോ. അതായത് ബേസിക് മെഷീനറി മെക്കാനിസം ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആ, പക്ഷേ ഓരോ സെല്ലിനും വേണ്ട പ്രോട്ടീൻസ് പലതായിരിക്കും, ഓരോന്നിനും വേണ്ട എമൗണ്ട് വേറെ ആയിരിക്കും. സോ ഓരോ സെല്ലിനും ഓരോരുത്തർ, ഇത് നമുക്ക് ഓരോരുത്തർക്കും ഫുഡ് കഴിക്കാൻ ഓരോ പ്രിഫറൻസ് ഇല്ലേ? ഒരാൾക്ക് ഇത് ഇഷ്ടാവില്ല, ഒരാൾക്ക് മറ്റേത് ഇഷ്ടാവില്ല. അതേമാതിരിയാണ് ഓരോ സെല്ലിനും സംഭവം. എല്ലാവർക്കും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ സെയിം പ്രോസസ്. അതേമാതിരിയാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എല്ലാ സെല്ലിനും ഒരേ മാതിരിയാണ്. പക്ഷെ എത്ര എമൗണ്ട് കഴിക്കണം, ഏത് കഴിക്കണം എന്നുള്ളതൊക്കെ നമ്മളല്ലേ ചൂസ് ചെയ്യുന്നത്. അതേമാതിരി പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഓരോ സെല്ലിനും ഓരോരോ ഇൻട്രസ്റ്റുകളാണ് ഉണ്ടാവുക, അതിനനുസരിച്ചാണ്. സോ അതാണ് ബേസിക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് നമ്മുടെ സിലബസ്. സോ അത്രയും സിലബസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 4 സാധനങ്ങൾ. അതായത് മോളിക്കുലർ ബയോളജിയിലുള്ള കണ്ടന്റ് വളരെ, അതായത് ടോപ്പിക് വൈസ് നോക്കിച്ച് വളരെ ചെറുതാ. ഒന്ന് നമ്മൾ റെപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കണം. കണ്ടോ, റെപ്ലിക്കേഷൻ, റിപ്പയർ, റീകോമ്പിനേഷൻ. പിന്നെ ഉള്ളതാണ് RNA ഇതാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാനുള്ളത്. RNA സിന്തസിസ്, പ്രോസസിംഗ് ആൻഡ് റെഗുലേഷൻ. അതേമാതിരി തന്നെയാണ് അടുത്തത് പ്രോട്ടീൻ സിന്തസിസ്, പ്രോസസിംഗ്, ഡീഗ്രഡേഷൻ. അതാണ് എന്ത്? ട്രാൻസ്ലേഷൻ. പിന്നെ ഈ പ്രോസസ്സിനൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇത്രയും കാര്യം പഠിക്കാനുള്ളൂ. അതായത് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇതിന്റെ കൺട്രോൾ. ഈ 4 ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ സിമ്പിൾ ആയിട്ടുള്ള 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മോളിക്കുലർ ബയോളജി ഈസി ആയിട്ട് തീരും. ഓക്കെ. സോ ഇനി നമുക്ക് എന്താണ് മോളിക്കുലർ ബയോളജി? ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണല്ലോ. സോ എന്താ മോളിക്കുലർ ബയോളജി? സോ മോളിക്കുലർ ബയോളജി നമുക്ക് ആ പേരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മോളിക്കുലാർ ലെവലിലുള്ള ബയോളജി. അതായത് ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മോളിക്യൂൾസ്, നിങ്ങൾക്കറിയില്ലേ, വളരെ ടൈനി ആയിട്ടുള്ള മോളിക്യൂൾസ് ലെവലിലുള്ള ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതിന്റെ ബിൽഡിങ്, അവരുടെ പ്രോസസ്സിങ്, അതൊക്കെ എന്തിലാ ഇൻവോൾവ് ആയി വരുന്നത്, അതിനെ കുറിച്ചുള്ളതൊക്കെ ഉണ്ടാവും. സ്റ്റഡീസ് ഓഫ് ലൈഫ് അറ്റ് ദ ലെവൽ ഓഫ് മോളിക്യൂൾസ്, മോളിക്കുലാർ ലെവലിലുള്ള DNA, RNA, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവരെന്തൊക്കെ ചെയ്യുന്നു സെല്ലിന്റെ ഉള്ളിൽ, ഇവരെന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്, ഇവരെങ്ങനെ ഉണ്ടായി വരുന്നു, എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നു, ഇവരെന്തിനാണ് ഉണ്ടാവുന്നത്, അതൊക്കെ പഠിക്കുന്നതാണ് മോളിക്കുലാർ ബയോളജി. ഓക്കെ. സോ കണ്ടോ, ഹൗ ജനറ്റിക് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ്, എങ്ങനെയാണ് സെല്ലിന്റെ ഉള്ളിൽ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എങ്ങനെയാണ് അത് കോപ്പി ചെയ്യുന്നത്, ആ ഇൻഫർമേഷനെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഉപകാരം ഉണ്ടാക്കുന്നത്, അത് എക്സ്പ്രസ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കുന്നത്.
പിന്നെ മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് ഒക്കെ ഉണ്ടാവും. ഇറ്റ് ഓവർലാപ്സ് വിത്ത് ജനറ്റിക്സ്. ജനറ്റിക്സിലുള്ള ഇൻഹെറിറ്റൻസ്, മ്യൂട്ടേഷൻസ്, അതൊക്കെ റിലേഷൻസ് ഉണ്ട്. ബയോ കെമിസ്ട്രി ഇതിൽ കയറി വരും. കാരണം എന്താ, മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ്, മാക്രോ മോളിക്യൂൾസിന്റെ സിന്തസിസ്, അതിലൊക്കെ കുറെ കെമിസ്ട്രി വരും. സോ ജനറ്റിക്സ്, ബയോ കെമിസ്ട്രി, സെൽ ബയോളജി, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് ആണ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് അടുത്ത സ്ലൈഡിൽ പറഞ്ഞത്. ഈ 3 സ്റ്റഡി ബ്രാഞ്ചസിന്റെ ജനറ്റിക്സ് വരുന്നുണ്ട്, മോളിക്കുലാർ ബയോളജി ഉണ്ട്, ബയോ കെമിസ്ട്രി. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത്. സോ സെല്ലിന്റെ ഉള്ളിലാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. അവിടെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നു, ജീനിക് ലെവലിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നത്, ഇതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ പ്രോസസ്സിനെ എല്ലാം ഇൻവോൾവ് ചെയ്ത് പറയുന്നതാണ് എന്ത്, മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ച്. സോ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ സെല്ലിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. സോ നമുക്ക് ന്യൂക്ലിയസിനെ ഒരു ലൈബ്രറി ആയിട്ട് സങ്കല്പിക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ വെച്ചിട്ടുണ്ട്. സപ്പോസ് സെല്ലിന്റെ ഉള്ളിലുള്ള ഒരു ലൈബ്രറിയാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, ലൈബ്രറിയുടെ ഉള്ളിലുള്ള ഷെൽഫുകളാണ്. അതായത് നമ്മുടെ ഈ ലൈബ്രറി അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ജനറ്റിക് മെറ്റീരിയലിനെ നമുക്കൊരു ലൈബ്രറി അല്ലെങ്കിൽ ജീനോമിനെ മൊത്തം നമുക്ക് ലൈബ്രറി ആയിട്ട് കൺഫേം ചെയ്യാം. കാരണം എന്താ, ലൈബ്രറിയിൽ മൊത്തം ഇൻഫോർമേഷൻസ് അല്ലേ. അതേമാതിരി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഫുൾ ജനറ്റിക് മെറ്റീരിയൽ, അതിൽ ഫുൾ ഇൻഫോർമേഷൻസ് ഉള്ളത്. സോ ഈ ഇൻഫോർമേഷൻസ് ചുമ്മാ റാൻഡം ആയിട്ട് വെച്ചതാണോ? അല്ല, ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഓരോ ക്രോമസോമിലൊക്കെ ആയിട്ട് വെച്ചതാണ്. സോ അതേമാതിരി ഇവിടെ ഉള്ളതാണ്, കണ്ടോ, ഇവിടെ കണ്ടോ ഷെൽഫ്. ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിട്ടാണ് വെച്ചത്, കണ്ടോ. സോ നമുക്ക് ഈ പറയുന്ന ലൈബ്രറിയിലുള്ള ഷെൽഫായിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം, നമ്മുടെ ക്രോമസോംസിനെ കൺസിഡർ ചെയ്യാം. ഈ ക്രോമസോംസിന്റെ ഉള്ളില് എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ക്രോമസോമിലും ഉണ്ടോ? ഇല്ല. ഓരോ ക്രോമസോം മാറുന്നതിനനുസരിച്ച്, അതായത് ബേസിക് ആയിട്ട് എല്ലാ ക്രോമസോമിലും കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവും, എന്നാലും ചില ക്രോമസോമിൽ ചില സ്പെസിഫിക് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതേമാതിരിയാണ് ഈ ഷെൽഫിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ബുക്സ് ആണ് നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീൻസ് എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയസ് ആണ് ഈ ലൈബ്രറി, അതിനുള്ള ഷെൽഫാണ് ക്രോമസോം. ക്രോമസോമിന്റെ ഉള്ളിരിക്കുന്ന ജനറ്റിക് ഇൻഫോർമേഷൻസ് അഥവാ ബുക്കാണ് എന്ത്, നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത്. ആ ബുക്കിനെ ഡീകോഡ് ചെയ്തെടുക്കുക, ആ ബുക്കിനെ വായിച്ചെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ ഇൻഫോർമേഷൻസ് കിട്ടുക. അതായത് ഈ പറയുന്ന ജീനുകളുടെ പ്രോസസ്സിങ് ചെയ്യണം. ഒന്നെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം, റെപ്ലിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിങ് ചെയ്ത്, അതായത് നമ്മൾ ബുക്ക് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന മാതിരി ഈ ജീൻസിനെ പ്രോസസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുള്ളൂ. ഓക്കെ, സോ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജീനും ജീനോമും തമ്മിലുള്ള ഒരു കൺസെപ്റ്റാണ്. സോ എന്താണ്, ആർക്കെങ്കിലും അറിയാമോ ജീനും ജീനോമും തമ്മിലുള്ള ഡിഫറൻസ്? ഒരു ജീനും ജീനോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജീൻ ആൻഡ് ജീനോം. നമ്മൾ ജീനോം എന്ന് പറയാറുണ്ട്, ജീൻ എന്നും പറയാറുണ്ട്. ഇത് രണ്ടും സെയിം ആണോ അതോ ഡിഫറെന്റ് ആണോ? നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിലും പറഞ്ഞിട്ടുണ്ട്, ഇതിലും പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ. ജീൻ ഈസ് സ്മോൾ യൂണിറ്റ് ഓഫ് ജീനോം, ഹോൾ ഫീച്ചർ. ജീനോം കളക്ഷൻ ഓഫ് ജീൻസ് ആണ്. ഓക്കെ, സോ കണ്ടോ, ആക്ച്വലി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീൻ കാണിച്ചു തരാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയില്ല. അതായത് നമുക്കറിയാം നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോം ഉണ്ട്. ക്രോമസോം ഉണ്ടായിരിക്കുന്നത് ക്രൊമാറ്റിൻ കൊണ്ടാണ്. ആ ക്രൊമാറ്റിന്റെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡി എൻ എനെ തന്നെ ചുരുട്ടി 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 കോമ്പാക്ട് ആക്കി വെച്ചതാ. അതിനെ നൂർത്തി നൂർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡി എൻ എ കിട്ടും. ആ ഡി എൻ എയുടെ ഒരു ചെറിയ ഫ്രാഗ്മെന്റ് അഥവാ അതിന്റെ ഒരു കഷ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ജീൻ എന്ന് വിളിക്കുന്നത്.
സോ എ സ്പെസിഫിക് പീസ് ഓഫ് DNA ഫ്രാഗ്മെന്റ് ഈസ് കോൾഡ് as എ ജീൻ. ഓക്കെ. സോ ആ ജീനിൽ നിന്ന് നമുക്ക് ഒരു RNA ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആ RNAയിൽ നിന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ജീൻ സെഗ്മെന്റ്സിനെ മാത്രമേ നമ്മൾ ഒരു ജീൻ എന്ന് പറഞ്ഞു വിളിക്കാറുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഓട്ടോമാറ്റിക്കലി വരും. അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിറച്ച് ക്രോമസോംസ് അല്ലേ, ആ എല്ലാ ക്രോമസോമിനും നിറച്ച് ജീനാണോ എന്നുള്ളത്. അപ്പോഴാണ് അതിൽ നിന്നുള്ള കാര്യം വരുന്നത്. നമ്മൾ ഈ പറയുന്ന മൊത്തം, അതായത് ഫുള്ള് നമ്മുടെ ഈ ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ DNA തന്നെയാണ്. പക്ഷെ അതിലെല്ലാ സ്ഥലത്തും ജനറ്റിക് ഇൻഫോർമേഷൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കണ്ടോ? ഹ്യൂമൻസ് ഹാവ് ഓൺ ദ ഓർഡർ ഓഫ് 10,000s ഓഫ് ജീൻസ്, നോട്ട് മില്യൺസ്. അതായത് നമ്മുടെ ബോഡിയിൽ ടോട്ടൽ, അതായത് ഹ്യൂമൻ സെൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഏകദേശം 10,000 30,000 ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വരെ 36,000 ജീനുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഇത് നിങ്ങൾ നോക്കി നോക്കിയേ, നമ്മുടെ ബോഡിയിലുള്ള ഒരു DNA, അതായത് ബേസ് പെയർസ് ഓഫ് DNA പെർ ഹ്യൂമൻ സെൽ, ഒരു ഹ്യൂമൻ സെല്ലിൽ മൊത്തത്തിലുള്ള DNA ബേസ് പെയർസ്, അതായത് ATGC ഇല്ലേ, ആ ATGC എന്ന് പറയുന്നത് 3.2 ബില്യൺ ആണ്. ഓക്കെ. അതായത് ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള മൊത്തം ATGC എടുത്ത് എണ്ണിക്കഴിഞ്ഞാൽ അത് 3.2 ബില്യൺ ഉണ്ട്. പക്ഷെ അതിൽ ജീൻ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന പോർഷൻസ് നോക്കിയേ, 20K മാത്രമുള്ള, അതായത് 20,000, അതായത് 20,000 ബേസ് പെയർസിന് മാത്രമേ നമുക്കൊരു ജനറ്റിക് ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. സോ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ള മൊത്തം ജനറ്റിക് ഇൻഫോർമേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ജീനോം എന്ന് വിളിക്കും. കണ്ടോ? ജീനോം ഈസ് ഈക്വൽ ടു കംപ്ലീറ്റ് സെറ്റ് ഓഫ് DNA നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ. അതായത് നമ്മളെ സെല്ല് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ധാരണ വരും, നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിൽ മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മൈറ്റോകോൺട്രിയ, അതായത് മൈറ്റോകോൺട്രിയ ഒരു സെൽ ഓർഗനൽ ആണല്ലോ, ആ മൈറ്റോകോൺട്രിയന്റെ ഉള്ളിലും ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അതിനെയാണ് മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുന്നത്. സോ ഈ ന്യൂക്ലിയർ ജീനോമും മൈറ്റോകോൺട്രിയൽ ജീനോമും മൊത്തത്തിലുള്ള DNA കണ്ടന്റിനെയാണ് നമ്മൾ ജീനോം എന്ന് പറഞ്ഞു വിളിക്കുന്നത്. പക്ഷെ അതിലുള്ള ആക്ച്വൽ ഇൻഫോർമേഷനെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. അത് ജീനോമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ഓക്കെ. സോ ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഓൾ സെൽസ് ഷെയർ സെയിം ജീനോം ബട്ട് ഡിഫർ ഇൻ ദെയർ ജീൻസ് ദേ എക്സ്പ്രസ്. സോ എല്ലാ സെല്ലുകളിലും ജീനോം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ ഓരോ സെല്ലിലും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ജീനുകൾ വേറെ വേറെ ഇരിക്കും. ഓക്കെ. അതായത് എല്ലാ സെല്ലിലും ഓൾമോസ്റ്റ് ജീനോം എന്ന് പറയുന്നത് ടോട്ടൽ DNA സെയിം ആയിരിക്കും, എത്ര കണ്ടന്റ് എന്നുള്ളത്. പക്ഷെ ഓരോന്നിലും ഇപ്പൊ ഈ 20,000 എന്ന് പറയുന്ന ഈ 20,000 ബേസ് പേസ് അവല അടുത്തതിൽ ഉണ്ടാവുക. ഓക്കെ. സോ ജീനോം എന്ന് പറഞ്ഞാൽ ടോട്ടൽ DNA, അത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ എന്താണെങ്കിലും നമ്മൾ ജീനോമായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അതിനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കാറുള്ളൂ? ജീനോം എന്ന്, അല്ല ജീൻ എന്ന് പറഞ്ഞ് വിളിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. എന്തായിരിക്കും ഒരു സ്വാഭാവികമായിട്ട് ഇത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. എന്തായിരിക്കും അത്? അതായത് നമുക്കറിയാം, നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ചില ഫേസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രൊമാറ്റിൻ എല്ലാം കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആയിട്ട് ഇരിക്കുക ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ സ്ട്രക്ചറൽ DNA, റെഗുലേറ്ററി എലമെന്റ്സ്, ഫങ്ഷണൽ RNA ജീൻസ്, നോൺ കോഡിംഗ് റീജിയൻസ്, ഇതൊക്കെ എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾ സൈഡിൽ നോക്കിക്കേ, ടോട്ടൽ ജീനോം ലെങ്ത് 3.2 ബില്യൺ ആണ്. പക്ഷേ പ്രോട്ടീൻ കോഡിംഗ് ജീൻസ്, എക്സോൺസ് കണ്ടോ? 1.5% ഓഫ് ടോട്ടൽ. ഇത്രയും ബേസ് പെയേഴ്സ് ഉണ്ടെങ്കിലും ഇതിലെ ടോട്ടൽ 1.5%, അതായത് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമേ എന്തുള്ളൂ, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഉപകാരമുള്ള ജീൻസ് ഉള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് ഇതെടുത്തോട്ടെ. ഈ ടോട്ടൽ DNA എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ, ഇപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ RNA ജീൻ, ഈ മൊത്തം ക്രോമസോം എടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള ഉപകാരമുള്ള ജീൻ എന്ന് പറഞ്ഞത് ഇത്ര റീജിയനേ ഉള്ളൂ. അതായത് ഇത്രയും നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരം തരുന്ന പോർഷൻസ് ഉണ്ട്, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്ന ഇത്രയും റീജിയൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.
സോ നിങ്ങൾ പറയും ഈ ബാക്കി ഇരിക്കുന്നതാ ഇതിന്റെ മുക്കാ ഭാഗം പോർഷൻസ്, ഈ മൂന്ന് ആം ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ പോർഷൻസ്, ഇത്രയും പോർഷൻ വേസ്റ്റ് അല്ലേ? സോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഭയങ്കര സൈസ് കൂടുതലുള്ളതാണ്. ഓക്കെ, പക്ഷെ അതിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കുറവാണ്. അതായത് ബില്യൺസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഒക്കെ നമ്മുടെ ക്രോമസോമിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്ക് അതിൽ ആവശ്യം വരുന്നത് 20,000-ഓളം എണ്ണം മാത്രമേ ഉള്ളൂ. സോ എന്തിനാ നമ്മൾ ഇത്രയും കുറെ ജീനോം നമ്മുടെ ബോഡിയിൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ആർക്കെങ്കിലും ആൻസർ അറിയാമോ? ഒരു സെന്റിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിന്റെ മുക്കാ ഭാഗം ജനറ്റിക് മെറ്റീരിയൽ. ആ ജനറ്റിക് മെറ്റീരിയലിൽ വെറും കാൽ ഭാഗമല്ല, 1.5% മാത്രമേ ഉപകാരമുള്ള പോർഷൻസ് ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ലോജിക്കൽ ആൻസർ തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഒരു ഉപകാരം ഇല്ലാഞ്ഞിട്ടും വെറുതെ കുറെ ജങ്ക് ഡി, അതായത് നമ്മുടെ ശരിക്ക് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുക്കാ ഭാഗം പോർഷനും എന്ന് പറയുന്നത് ജങ്ക് DNA. നമുക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ബാക്കിയിരിക്കുന്ന വളരെ കുറഞ്ഞ പെർസെന്റേജ് ജീനോ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. സോ എന്തിനാ നമ്മൾ ഇത് ആവശ്യമില്ലാണ്ട് നമ്മുടെ സെല്ലിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നത്? ഞാൻ പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങൾക്ക് പറഞ്ഞത് കിട്ടുന്നുണ്ടോ? ഓക്കെ, ആരുടെ ഒരു അനക്കല്ല. വേറെ എന്തേലും ഫങ്ഷൻസ് ഉണ്ടാവും ഉണ്ടോ? നിങ്ങൾ പറ. ഓക്കെ, നിങ്ങൾക്ക് പറയുന്നത് കിട്ടുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്ത് നോക്ക്. അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമായിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചു, എന്ത് ഉപകാരം ഉള്ളത്? അപ്പൊ റെപ്ലിക്കേഷൻ പ്രോസസ്സിന് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇത്ര പോർഷൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും പോർഷൻ മാത്രം റെപ്ലിക്കേറ്റ് ചെയ്താൽ പോരെ? ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത്രയും പോർഷൻ, ആവശ്യമില്ലാത്ത കുറെ പോർഷൻ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യണം. ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് വേണ്ട പോർഷൻ മാത്രമേ നമ്മൾ ട്രാൻസ്ക്രൈബ് ഉള്ളൂ. റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ ഓക്കെ, അഗിന പറഞ്ഞു. ഓക്കെ, ഓക്കെ അഗിന അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത് എന്തെന്നാ? ജങ്ക് DNA എന്ത് പ്രൊട്ടക്ഷനാ തരുന്നത്? ഓ യെസ് യെസ്, അനുശ്രീ. ക്രോമസോം ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ. ആക്ച്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സാക്ട് ആൻസർ ഇതാണ് അനുശ്രീ പറഞ്ഞിട്ടുള്ളത്. മ്യൂട്ടേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി. മ്യൂട്ടേഷൻ റേറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല, എക്സാക്ട് എന്താ കാര്യം പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ്ലി എന്തിന് എക്സ്പോസ്ഡ് മ്യൂട്ടേഷൻസ്, അതായത് റേഡിയേഷൻസ്, അത് ഇത് നമുക്ക് ചുറ്റും നമുക്ക് മ്യൂട്ടേഷൻ, നമ്മൾ എപ്പോഴും മ്യൂട്ടേഷന് പ്രോൺ ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ മ്യൂട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മളെല്ലാവർക്കും UV റേഡിയേഷൻ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടവറിന്റെ എല്ലാ രീതിയിലുള്ള റേഡിയേഷൻസ്, മൊബൈലിൽ നിന്നുള്ള റേഡിയേഷൻസ്, സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ടോ? അതായത് എല്ലാവരും, അതായത് നമ്മളുള്ള ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും എന്ത് വരുന്നുണ്ട്? ഈ പറഞ്ഞ മ്യൂട്ടേഷൻസ് എക്സ്പോസ്ഡ് ആ. പക്ഷെ എല്ലാവർക്കും ക്യാൻസർ വരുന്നില്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ക്യാൻസർ വരുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? നമുക്ക് എല്ലാവർക്കും മ്യൂട്ടേഷൻ നടക്കുന്നത് ഈ പറയുന്ന നോൺ കോഡിംഗ് റീജിയൻസ് കണ്ടോ, ഈ 4 എന്ന് പറയുന്ന നോൺ കോഡിംഗ് റീജിയൻസ്. ഈ നോൺ കോഡിംഗ് റീജിയൻസ് ആണ് മൊത്തത്തിൽ 98%. സോ നോക്കി നോക്കി, ഇവിടെ മ്യൂട്ടേഷൻ നടന്നു, ഇവിടെ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് ഉപകാരമില്ലാത്ത ജീനുകളാ ഇവിടെ നടന്നു, ഇവിടെ നടന്നു, ഇവിടെ നടന്നു, ഇവിടെ ഒന്നും നടന്ന യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. മുക്കാ ഭാഗ ഏരിയ എന്താണ് നമുക്ക് ആവശ്യമില്ലാത്തതാ. സോ ഇവിടെയൊക്കെ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. സപ്പോസ് ഇവിടെ എങ്ങാനും മ്യൂട്ടേഷൻ നടന്നാൽ നമ്മുടെ ഫങ്ഷണൽ ജീൻസ് ഉള്ള
ഇവിടെ മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ അപ്പൊ ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റീസോ വരും. സോ അതുകൊണ്ടാണ് എന്തുള്ളത്, ഇത്രയും ഏരിയയാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിലും ബാക്കിയിരിക്കുന്ന ഈ ഏരിയാസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് മ്യൂട്ടേഷനിൽ നിന്ന്, സപ്പോസ് നിങ്ങൾ നോക്കിക്കേ ഈ പോർഷൻ ഒന്നും ഇല്ലെങ്കിൽ ബാക്കിയുള്ള മുക്കാ ഭാഗം പോർഷൻ ഇല്ലെങ്കിൽ വരുന്ന മ്യൂട്ടേഷൻസ് എന്തായാലും ഇവിടെയാണ് അടിക്കുക, നമ്മൾ ഈസിലി ഗെറ്റ് മ്യൂട്ടേറ്റഡ് ആവും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് പോലുള്ള ലാർജർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് മ്യൂട്ടേഷൻ എഫക്ട് കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിപ്പോ ഒരു ബാക്ടീരിയ ആണെങ്കിലോ, ബാക്ടീരിയയുടെ ജീനോം സൈസ് എന്താ, വളരെ കുറവാണ്. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ വളരെ കുറവാണ്. അവർക്ക് 4-5 ക്രോമസോം ഒന്നുമില്ല, ഒരൊറ്റ ജനറ്റിക് മെറ്റീരിയലേ ഉള്ളൂ. ആ ജനറ്റിക് മെറ്റീരിയൽ മാക്സിമം ആണ്. സോ അതില് ഇതിപ്പോ ഒരു ബാക്ടീരിയയുടെ ക്രോമസോം ആണെങ്കിൽ ഇതിൽ തുടക്കം മുതൽ അവസാനം വരെ ഫുള്ള് ജനറ്റിക് ഇൻഫോർമേഷനാണ്. കാരണം അവരുടെ ബോഡിയിൽ സ്ഥലമല്ല, വളരെ ചെറിയ ബോഡിയല്ലേ, അതിൽ ഇത്രയും ഇൻഫർമേഷൻസ് കുത്തിക്കൊള്ളിക്കാൻ പാടാ. സോ ഉള്ള എല്ലാ ഏരിയയിലും എന്തായിരിക്കും ഇൻഫർമേഷൻസ്. സോ എവിടെയെങ്കിലും ചെറിയ രീതിയിലുള്ള മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അവർ വേഗം മ്യൂട്ടേറ്റഡ് ആവും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ബാക്ടീരിയ, വൈറസ് ഇവർക്കൊക്കെ മ്യൂട്ടേറ്റഡ് വേർഷൻസ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയില്ലേ കോവിഡ് വൈറസ് ഇന്ന വേർഷൻ, അത് കണ്ട് ഡെൽറ്റ വേർഷൻ, ഗാമ വേർഷൻ, ഈസിലി ഗെറ്റ്സ് മ്യൂട്ടേറ്റഡ്. അവർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അവർ അടുത്തടുത്ത സ്ട്രെയിൻ ആയിട്ട് ജനറ്റിക് മോഡിഫിക്കേഷൻ നടന്ന് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മനുഷ്യന് ഇത് നടക്കാത്തതിന്റെ കാരണം ഇതാണ്. സോ നമ്മുടെ ഡി എൻ എയിൽ മുക്കാ ഭാഗം ആവശ്യമില്ലാത്ത ജങ്ക് ഡി എൻ എ ആണെങ്കിലും അതുകൊണ്ട് ഉപകാരമുണ്ട്. ഇതാണ് ഒരു ഉപകാരം. ഇനി ഒരു ഉപകാരം കൂടെ ഉണ്ട്. ആ ഉപകാരം ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് സ്പ്ലൈസിങ്. നമ്മുടെ ബോഡിയിൽ പുതിയ പുതിയ ജീൻ ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു ഡി എൻ എ സീക്വൻസ് ഉണ്ടെങ്കിൽ ഈ ഡി എൻ എ സീക്വൻസിൽ നിന്ന് നമുക്കൊരു പുതിയ പുതിയ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ഈ ആവശ്യമില്ലാണ്ടിരിക്കുന്ന ചില റീജിയൻസിനെ ഇതാക്കും. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഈ സിനിമ കണ്ടതാണോ, ഏഴാം അറിവ് സിനിമ കണ്ടതാണോ? ഏഴാം അറിവ് സിനിമ എല്ലാവരും കണ്ടതാണ്. അതിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതായത് പണ്ടുണ്ടായിരുന്ന ബോധിധർമ്മന്റെ ജീനുകള് മറ്റേ സൂര്യന്റെ ബോഡിയിൽ അവരെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ജീനോമിൽ ഇവിടെ ആവശ്യമില്ലാത്ത കടത്ത് കിടക്കുന്ന ജീനുകളില്ലേ, ഇത് ചിലപ്പോൾ എന്തിനാണെന്ന് അറിയോ, മനുഷ്യന് വാല് വരാൻ വേണ്ടിയിട്ടുള്ള ജീനവും ചിലപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഈ ജീനെ രണ്ടാമത് ആക്ടിവേറ്റ് ചെയ്ത് ചിലപ്പോൾ അതിന് വാല് വരും. സോ പല സമയത്ത് എവല്യൂഷന്റെ സമയത്ത് ഉപകാരം, പണ്ട് ഉപകാരം ഉണ്ടായിരുന്ന പല ജീൻസും ഇനാക്ടിവേറ്റഡ് ആയി പോയതാവും ഇതൊക്കെ. ഓക്കെ. സോ അതേമാതിരി നമുക്ക് പുതിയ ജീനുകൾ ഉണ്ടാക്കണമെങ്കിൽ പുതിയ റീകോമ്പിനേഷനുള്ള ഒരു മെക്കാനിസം ആണ് ആൾട്ടർനേറ്റീവ് സ്പ്ലൈസിങ്. അങ്ങനെ ആൾട്ടർനേറ്റീവ് സ്പ്ലൈസിങ് നടത്തി കഴിഞ്ഞാൽ പുതിയ പുതിയ, അതായത് എവല്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രോട്ടീൻസ്, പുതിയ എൻസൈംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ ഇൻട്രോൺസിനെ നമുക്ക് ആഹ്, നമുക്ക് അല്ലാണ്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആൻസിസ്ട്രൽ ഫീച്ചേഴ്സ് ഇല്ലേ, കുരങ്ങലിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ്, വാല് വരുന്നത്, നമ്മുടെ ബോഡി ഹെയർസ് ഫോം ചെയ്യുക, അതിനൊക്കെ റീആക്ടിവേറ്റ് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും ഈ ഇൻട്രോണിക് റീജിയൻസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ആ ആൾട്ടർനേറ്റീവ് സ്പ്ലൈസിങ് ഓപ്ഷൻ ഇവിടെ നിൽക്കട്ടെ, അത് ഞാൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിൽ പറഞ്ഞു തരാം. ഓക്കെ. സോ മെയിൻലി ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് മ്യൂട്ടേഷൻസിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നതുകൊണ്ടാണ് ഈ സാധനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉള്ളത്. സോ ചുമ്മാ വെറുതെ ആവശ്യമില്ലാണ്ട് കൊണ്ട് നടക്കുന്നതല്ല, അത് കാരണം നമുക്ക് മ്യൂട്ടേഷണൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഒക്കെ നമ്മൾ പണ്ടേ വിട്ട കേസാണ്. പക്ഷെ ഇതിലുള്ള കുറച്ച് സയന്റിസ്റ്റ് ആൻഡ് അവരുടെ കോൺട്രിബ്യൂഷൻസ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. സോ മോളിക്കുലാർ ബയോളജി ഇവോൾവ് ചെയ്ത് വരാനുള്ള കാരണമായിട്ടുള്ള പല ഡിസ്കവറീസ് ഏതൊക്കെയാന്നുള്ളത്, 1865 to 1902 വരെയാണ് ഏർലി ഫൗണ്ടേഷൻസ്. ആദ്യമായിട്ട് എന്താ ഹെറിഡിറ്റി, എന്താ ജീൻ, അതിനെ കുറിച്ചൊക്കെ പഠിച്ച ആൾക്കാർ. ഓക്കെ. സോ അതിൽ എന്തൊക്കെയായിരുന്നു, ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മെല്ലെ നോക്കി വെക്കാം. സോ ഹെറിഡിറ്റി മെയിൻലി സ്റ്റാർട്ട് ചെയ്യുന്നത് 1860 മെന്റലിന്റെ എക്സ്പെരിമെന്റ് വഴിയായിരുന്നു. സോ മെന്റൽ ആണ് എന്താണ് ഹെറിഡിറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് 1869 മീഷർ ആണ് ആദ്യമായിട്ട് ന്യൂക്ലിൻ എന്ന് പറഞ്ഞു ഇതിലാണ് ഈ പറഞ്ഞ ജീനുകൾ അല്ലെങ്കിൽ ഹെറിഡിറ്റിയുടെ യൂണിറ്റ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് മോർഗന് വന്നിട്ട് മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാക്ട് ജീന്, ഡി എൻ എ, ഇവിടെയാണ് ജീൻ ഇരിക്കുന്നത് എന്നുള്ള ഐഡിയയിലേക്കൊക്കെ എത്തി. ഓക്കെ. സോ അതിലുള്ള മേജർ ആൾക്കാർ ആരൊക്കെയാന്നുള്ളത് നോക്കി നോക്കാം.
സോ 1865 മെന്റൽ എന്ത് പഠിച്ചത്? റൂൾസ് ഓഫ് ഹെറിഡിറ്റിയും ഒരു പാരന്റിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ എന്തോ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അത് ഹെറിഡിറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്താന്നുള്ളതൊക്കെ പറയാൻ വേണ്ടി പറ്റി. സോ 1869 ജോൺ ഫ്രീഡ്രിഷ് മീഷർ ആണ് ആദ്യമായിട്ട് ഡി എൻ എ എന്നല്ലായിരുന്നു ആദ്യം ഡി എൻ എയുടെ പേര്, ന്യൂക്ലിൻ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസിലുള്ള ഒരു സാധനം ഉണ്ട്, ഇവിടെയാണ് ഈ സാധനങ്ങൾ ജീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1881 ആര് കണ്ടുപിടിച്ചത്? സക്കറിയ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ക്രോമസോംസിൽ ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിയൻസ്. സോ ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആയിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 1899 റിച്ചാർഡ് ആൾട്ട്മാൻ ആണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തെടുത്തത്. ഓക്കെ, ആൻഡ് ബൈ 1900 20 അമിനോ ആസിഡ്സ്, കെമിക്കൽ സ്ട്രക്ചർ ഓഫ് 20 അമിനോ ആസിഡ്സ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് എമിൽ ഫിഷർ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ പറയുന്ന ഫിഷർ പ്രൊജക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ അമിനോ ആസിഡ്സിന്റെ പ്രോട്ടീൻസിന്റെ ഒക്കെ 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് പറയാൻ വേണ്ടി പറ്റിയത് 1902 എമിൽ ഫിഷറിന്റെ കോൺട്രിബ്യൂഷൻസ് കാരണമാണ്. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ കാണാപ്പാടെ ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് ഏതെങ്കിലും ഒക്കെ എക്സാമിന് വരികയാണെങ്കിൽ ആരെങ്കിലും ഉണ്ട് നോക്കി പഠിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ഒരു സെക്കൻഡ് ഇറ വന്നു കഴിഞ്ഞപ്പോഴേക്ക് 1911 to 1950s വരുമ്പോഴേക്ക് എന്താണ് ഡി എൻ എ, എന്താണ് ക്രോമസോം, ഇതിന്റെ സ്ട്രക്ചർ, സാധനങ്ങൾ, ബേസ് പെയറിംഗ് റൂൾ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയത്. 1940s ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബീഡിൽ ആൻഡ് ടോട്ടർ അവരാണ് ജീൻ മ്യൂട്ടേഷൻസ് നോക്കൌട്ട് എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് ജീൻ മ്യൂട്ടേഷൻസ്, ജീൻസിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് പഠിക്കാൻ തുടങ്ങിയത്. 1944 ഐവറി മക്ലിയോഡ് ആൻഡ് മെക്കാർട്ടി ആണ് കണ്ടോ പ്യൂരിഫൈഡ് ഡി എൻ എ ട്രാൻസ്ഫോം, അതായത് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്സ്. അതായത് ഈ ഡി എൻ എ തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് നമ്മൾ പറയുന്ന ഹെറിഡിറ്റിയുടെ യൂണിറ്റ് ന്യൂക്ലിന്, ന്യൂക്ലിക് ആസിഡ്, ഇവര് തന്നെയാണ് ഹെറിഡിറ്റിക്ക് കാരണമാവുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചത് 1944 ഓക്കെ, ഇവര് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഡക്ഷൻ ഒക്കെ വെച്ചിട്ട് വൈറസ് ബാക്ടീരിയ യൂസ് ചെയ്തിട്ട്, അതായത് ഒരു ബാക്ടീരിയ മറ്റൊരു ബാക്ടീരിയയിലേക്ക് മൂവ് ചെയ്ത് പോകുന്നത് ഡി എൻ എ അഥവാ ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. അതായത് ഡി എൻ എ, ആർ എൻ എ, പ്രോട്ടീൻ, ഇതിൽ ഏതാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിൽ ആരാണ് ഇതിന്റെ യഥാർത്ഥ ജനറ്റിക് മെറ്റീരിയൽ എന്നറിയില്ല. ഡി എൻ എ ആണോ, ആർ എൻ എ ആണോ, പ്രോട്ടീൻ ആണോ, ലിപ്പിഡ് ആണോ, എന്താണെന്നുള്ളത് അറിയുകയായിരുന്നു. അതിൽ നിന്ന് ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് എക്സ്പെരിമെന്റ് ആണ് ഐവറി മക്ലിയോഡ് ആൻഡ് മെക്കാർട്ടിയുടേത്. ഓക്കെ, 1950s എത്തിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഡി എൻ എയുടെ ബേസ് പെയറിംഗ് റൂൾ വന്നത്. അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിനും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ പെയറിംഗ് റൂൾ കണ്ടുപിടിച്ചത് 1950 1952 ഹെർഷി ചേസ് ഫേജ് എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചത്. അത് ഡി എൻ എയുടെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു 1952. പിന്നുള്ളതാണ് കണ്ടോ, ഇതിൽ മെയിൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സയന്റിസ്റ്റ് വൈസ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് തോമസ് ഹണ്ട് മോർഗൻ ആണ് കണ്ടോ, ജീൻസ് ആണ് ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത് ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജീൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ തിയോഡോർ ലെവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആർ എൻ എ കണ്ടുപിടിച്ചത്. അതായത് ഡി എൻ എക്ക് പുറമെ ആർ എൻ എ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ആർ എൻ എയുടെ സ്ട്രക്ചർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർ എൻ എ ഉണ്ട്. ആർ എൻ എയുടെ സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. പിന്നെ ജോർജ് ബീഡിൽ ആൻഡ് എഡ്വാർഡ് ടോട്ടം അവരാണ് എന്താണ് ജീനും പ്രോട്ടീനും തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് ജീൻസിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടായി വരുന്നത്, അതായത് ഈ പറയുന്ന പ്രോസസ്സിലേക്ക് എത്താൻ, അതായത് ജീനും പ്രോട്ടീനിലേക്ക് എത്തുന്ന റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്തത് അവരാണ്. ചാർഗാഫ് ആണ് പെയറിംഗ് റൂൾ കണ്ടുപിടിച്ചത്. ബഷ് ഹോഗ്ലാൻഡ് ആണ് ട്രാൻസ്ഫർ ആർ എൻ എ അഥവാ ടി ആർ എൻ എ, അതായത് നമ്മൾ ആർ എൻ എനെ കുറിച്ച് പറഞ്ഞെങ്കിലും ടി ആർ എൻ എനെ ഐസൊലേറ്റ് ചെയ്തതും അതിന്റെ സ്ട്രക്ചറും സാധനങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇതാക്കി. സോ ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസും ഈ പറഞ്ഞ മാതിരി ഡി എൻ എ ജനറ്റിക് മെറ്റീരിയൽ ആണെന്നുള്ളതിനെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. സോ
അതാണ് ഒരു സെക്കൻഡ് ഇയർ. ഇനി തേർഡ് ഇയറിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രോമസോം സ്ട്രക്ചറിലേക്കും അതിന്റെ ഡീറ്റെയിലിംഗിലേക്കും എത്തിയത്. ഓക്കെ, മോളിക്കുലാർ മെക്കാനിസത്തിലേക്ക് നമ്മൾ ഡെയിലി മോർ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി തുടങ്ങിയത് ഇതിലാണ്. സോ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് 1953 ഓക്കെ ഡബിൾ ഹെലിക്കൽ മോഡൽ DNA കണ്ടുപിടിച്ചത്. DNA സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്. സോ അതിൽ ഈ പറഞ്ഞ മാതിരി കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഉണ്ടെന്നും അതിലുള്ള ബേസ് പെയർസ് അതിന്റെ ഹൈറ്റ് എത്രയാ, പിച്ച് എത്രയാണ്, ആ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് മീസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് 1958 കണ്ടുപിടിച്ചതാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ. അതായത് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു DNA ആണെന്ന് വിചാരിക്കുക. ഇതൊരു പാരന്റ് DNA ആണെന്ന് വിചാരിക്കുക. ഈ പാരന്റ് DNA എന്ന് രണ്ട് ഡോട്ടർ DNA ഉണ്ടാവുന്നു. അപ്പം ഇവർ ആദ്യം വിചാരിച്ചത് കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺസർവേറ്റീവ് സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ രണ്ട് മോഡലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഒരു കളറും കൂടെ എടുക്കട്ടെ. സോ ഈ പറയുന്ന ഒരു DNA സ്ട്രാൻഡിൽ നിന്ന് പുതിയൊരു രണ്ട് DNA ഡോട്ടർ DNAs ഉണ്ടാകാൻ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിൽ DNA ഉണ്ടാവുകയാണെങ്കിൽ കണ്ടോ സോ ഈ DNA റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ DNA ഉണ്ടാവുക അതോ ഇങ്ങനെയാണോ DNA ഉണ്ടാവുക? അതായത് ഇത് ഡോട്ടർ DNA ആണ്, ഒരു പാരന്റ് സ്ട്രാൻഡും ഒരു ഡോട്ടർ സ്ട്രാൻഡും, ഇതൊരു പാരന്റ് സ്ട്രാൻഡും ഒരു ഡോട്ടർ സ്ട്രാൻഡും. ഇത് അടുത്ത DNA ആണ് ഫുൾ ഡോട്ടർ സ്ട്രാൻഡ്, ഇത് അടുത്തത് ഫുൾ DNA ആണ്, ഇത് ഫുൾ പാരന്റ് സ്ട്രാൻഡ്. ഇതിൽ ഏത് മെത്തേഡാ ഉണ്ടാവുക? ഇത് A, ഇത് B. A ആണോ B ആണോ എന്ന് എല്ലാവരും പറയണം. എല്ലാരും ഓക്കെ. ഓക്കെ, എല്ലാവരും A ആണ് പറഞ്ഞത്. സോ ഇങ്ങനെ DNA ഉണ്ടാവുന്ന ഈ പ്രോസസ്സിനെയാണ് സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിന്റെ ഒരു സ്ട്രാൻഡ് അവിടെ കൺസേർവ്ഡ് ആയിട്ട് നിൽക്കും, അടുത്ത സ്ട്രാൻഡ് പുതിയതായിട്ട് ഉണ്ടായി വരുന്നു. ഒരു സ്ട്രാൻഡ് ഇവിടെ നിൽക്കും, പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. ഈ സ്ട്രാൻഡ് ഇവിടെ നിൽക്കും, പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഈ പറയുന്ന മെത്തേഡ്. അതായത് പാരന്റ് സ്ട്രാൻഡ് കംപ്ലീറ്റ്ലി അതേമാതിരി നിൽക്കും, ഡോട്ടർ സ്ട്രാൻഡ് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് ഉണ്ടാവും. സോ അതാണ് ഈ പറഞ്ഞ മീസിൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റിൽ അവർ കണ്ടുപിടിച്ചത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി DNA എപ്പോഴും ഉണ്ടാവുന്നത് ഈ ഒരു മെത്തേഡിലാണ്, ഒരു പാരന്റ് സ്ട്രാൻഡും ഒരു ഡോട്ടർ സ്ട്രാൻഡും ഉണ്ടാവുക. ഓക്കെ, സോ അത് കണ്ടുപിടിച്ച എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റ് വേണം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ദിവസം പറഞ്ഞുതരാം. പിന്നെ 1950s ടു 1960s എത്തിക്കഴിഞ്ഞപ്പോഴേക്കാണ് സെൻട്രൽ ഡോഗ്മ ആർട്ടിക്കുലേറ്റ് ചെയ്തത്. സോ സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് നമുക്ക് പറയാം, എന്താണ് നമുക്ക് ഇന്ന് മെയിൻ പഠിക്കാനുള്ളത്. സോ അതിനു മുമ്പ് നമുക്ക് ആ സെൻട്രൽ ഡോഗ്മയിലേക്ക് മുമ്പ് ഇനി ഒരു സെറ്റ് സയന്റിസ്റ്റും കൂടെ ഉണ്ട്. സോ 1952 70 സ്ട്രക്ചറൽ മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തത്. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ചു. ജോർജ് എമിൽ പെലേഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? റൈബോസോം ആണ്. റൈബോസോമിൽ നിന്നാണ് സൈറ്റോപ്ലാസത്തിൽ ഈ പറഞ്ഞ മാതിരി ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 1970 കണ്ടോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിനെ കുറിച്ച് ഹോവാർഡ് ടെമിൻ ആൻഡ് ഡേവിഡ് ബാൽറ്റിമോർ ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. സോ അത് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ പറയുമ്പോൾ പറയും ഒരു സ്പെഷ്യൽ കേസിൽ ഉണ്ടാവുന്ന എൻസൈം, അതാണ് നമ്മൾ PCR യൂസ് ചെയ്യുന്നത്. ഓക്കെ,
സോ അത് കഴിഞ്ഞ് മോളിക്കുലാർ ബയോളജി കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഇറയാണ് ഇറ ഫോർ എന്ന് പറയുന്നത്. സ്പ്ലൈസിങ്, സീക്വൻസിങ്, മാപ്പിംഗ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. സോ മോളിക്കുലാർ ടൂൾസ് എല്ലാം ഡെവലപ്പ് ചെയ്തത് ഈ സമയത്ത്. സോ ഷാർപ്പ് ആൻഡ് റോബർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രീ എം ആർ എൻ എ, അതായത് എം ആർ എൻ ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ ഫോം ചെയ്യുന്നു. ആ എം ആർ എൻ എ ചുമ്മാ ഫോം ചെയ്താൽ മാത്രം പോരാ, ആ എം ആർ എൻ എക്ക് കുറെ കട്ടിങ്, അതായത് നമ്മള് ഒരാളെ മോഡിഫൈ ചെയ്തിട്ടുള്ളൂ, ഒരാളെ സുന്ദര കുട്ടപ്പനാകും കുറച്ച് കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ചെയ്യണം. അതേമാതിരി എം ആർ എൻ എക്ക് കുറച്ച് കട്ടിങ്, കുറച്ച് മോഡിഫിക്കേഷൻസ്, സാധനങ്ങളൊക്കെ വരുത്തണം. എന്നാൽ മാത്രമേ ഇതാവുള്ളൂ. അതിനെയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. സ്പ്ലൈസിങ് പ്രോസസ്സ് കണ്ടുപിടിച്ചത് അവരാണ്. സോ പിന്നെ ഉള്ളതാണ് ലെറോയ് ഹുഡ് എന്ന് പറയുന്നത് ഡി എൻ എ സീക്വൻസിങ്. ഡി എൻ എ സീക്വൻസിങ് എന്താ നിങ്ങൾക്ക് അറിയാലോ. ഡി എൻ എ എങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ATGC അവരുടെ ഓർഡർ എന്താന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡി എൻ എ സീക്വൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ജീന് കിട്ടി. ഇപ്പൊ നമ്മൾ വാട്ടറിൽ നിന്ന് ഈ ഡി എൻ എ എടുക്കാം, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡി എൻ എ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ഡി എൻ എ ഫ്രാഗ്മെന്റ് എടുക്കാം. ആ ഫ്രാഗ്മെന്റിൽ ATGC എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് അറിയണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സീക്വൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ 1995 ഹ്യൂമൻ ക്രോമസോമിന്റെ മാപ്പിംഗ് സ്ട്രക്ചർ ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രെയ്ഗ് വെൻഡർ ആണ് ആദ്യമായിട്ട് 1955 ബാക്ടീരിയന്റെ ജീനോം എടുത്ത് അതിലുള്ള ഫുൾ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസിന്റെ ഓർഡർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ 1995 അതേപോലെ തന്നെ ഫ്ലൂറസെന്റ് സീക്വൻസസ് യൂസ് ചെയ്തിട്ട് ഈ സെയിം സാധനം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ. സോ ഫൈനൽ എറിയാണിത് ഹോൾ ജീനോം സീക്വൻസിങ് ഒക്കെ എവോൾവ് ചെയ്തത്. സോ 1996 ആദ്യമായിട്ട് ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിന്, അതായത് ഈസ്റ്റിന്റെ ഫുൾ ജീനോം നമ്മൾ സീക്വൻസ് ചെയ്തു. 1999 കണ്ടോ ഫസ്റ്റ് ഹ്യൂമൻ ജീനോം ഫുള്ളി സീക്വൻസ് ചെയ്ത്. എന്നിട്ട് 2001 ആ ഫുൾ ഹ്യൂമൻ ജീനോം സീക്വൻസ് ചെയ്തത്. അത് കഴിഞ്ഞ് 2023 ഹ്യൂമൻ ജീനോം പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത്. ആ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ഒരു വലിയ റെവല്യൂഷൻ ആയിരുന്നു. അതായത് നമ്മുടെ പണ്ടത്തെ ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നിറച്ച് ജനറ്റിക് ഇൻഫർമേഷൻസ്, നിറച്ച് ജീനുകളെ കൊണ്ടുള്ള ഒരു ആറാട്ടാണ് വിചാരിച്ചത്. പക്ഷെ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സോ നമ്മൾ മില്യൺസ് ഓർ കോടിക്കണക്കിന് നമ്മുടെ ജീൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് 3.2 ബില്യൺസ് ഓഫ് ഇത്രയും എന്താണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടെങ്കിലും അതിൽ 20,000-ഓളം ഇത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ജീൻ വിചാരിച്ചെങ്കിലും 36,000 ജീൻസ് മാത്രമേ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉള്ളൂ എന്നുള്ളത് ഫൈനലി കണ്ടുപിടിച്ചത് അത് വഴിയാണ്. അത് കഴിഞ്ഞ് 2004 ആയി കഴിഞ്ഞപ്പോഴേക്ക് റാറ്റ് ജീനോം സീക്വൻസ് ചെയ്തു. ഇനിയിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന യുഗം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് ആണ്. പണ്ടത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്ങർ സീക്വൻസിങ് ആണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് DNA സീക്വൻസ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള റിസർച്ചസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് ഉണ്ട്, വേറെ കുറെ ടൈപ്പ് നാനോപോർ സീക്വൻസിങ്, അങ്ങനെ എന്തൊക്കെ കുറെ സാധനങ്ങൾ കാണാറുണ്ട്. ബയോടെക് കൂടുതൽ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. സീക്വൻസിങ് ടെക്നോളജീസ് ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ. സോ ഇനി നമുക്ക് പഠിക്കാനുള്ള ഇന്നത്തെ മേജർ ഐഡിയ എന്ന് പറയുന്നത് സെൻട്രൽ ഡോഗ്മയാണ്. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത്. സോ മെയിൻലി നമുക്ക് വരുന്നത് മോളിക്കുലാർ ബയോളജിയിലെ 3 മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത്, ഒന്ന് DNA ടു RNA ടു പ്രോട്ടീൻ. സോ DNA നിന്ന് RNA ഉണ്ടാവുന്നു, RNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. അതാണ് മേജർ ഐഡിയ. സോ നിങ്ങൾ പറഞ്ഞ DNA നിന്ന് RNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? വേഗം പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഒരു DNA നിന്ന് RNA ഉണ്ടായി വരുന്നു, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര്? ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. RNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേര്? ഓക്കെ, എല്ലാവരും ആക്റ്റീവായിട്ട് ആൻസർ ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അതേമാതിരി പെട്ടെന്നിട്ടെ. പ്രോട്ടീനിൽ നിന്ന് ട്രാൻസ്ലേഷൻ. സോ അതേപോലെ തന്നെ ഒരു DNA നിന്ന് വീണ്ടും DNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? DNA നിന്ന് DNA ഉണ്ടാവുന്നു.
ഡി എൻ എയിൽ നിന്ന് വീണ്ടും ഡി എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. അടുത്ത ഒരു പ്രോസസ്സ് ആർ എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സ് ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇതാണ് ബേസിക്കലി വേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി പറയുന്നത്. എത്ര ടൈപ്പ് ഓഫ് ഡി എൻ എസ് ഉണ്ട് അത് ചോദിക്കട്ടെ. അതായത് ഡി എൻ എ എത്ര ടൈപ്പുകൾ ഉണ്ട്? ഓക്കെ, എ ഡി എൻ എ ഉണ്ട്, ബി ഡി എൻ എ ഉണ്ട്, സെഡ് ഡി എൻ എ ഉണ്ട്. അപ്പൊ ആർ എൻ എ എത്ര ഉണ്ട്? ഓക്കെ, എം ആർ എൻ എ, ആർ ആർ എൻ എ, ടി ആർ എൻ എ, എസ് ആർ എൻ എ. ആർ എൻ എകൾ പല ടൈപ്പ് ഉണ്ട്. എന്നാലും നമുക്ക് മേജർലി പറയുകയാണെങ്കിൽ എം ആർ എൻ എ, ടി ആർ എൻ എ ആൻഡ് ആർ ആർ എൻ എ. സോ ഈ മൂന്നാൾക്കാർ കാണുന്ന സ്ഥലം എവിടെയെന്ന് പറയുമ്പോൾ എം ആർ എൻ എ എവിടെ കാണുക? സോ മെയിൻലി ഇതിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, എം ആർ എൻ എ എവിടെ കാണും, ടി ആർ എൻ എ എവിടെ കാണും, ആർ ആർ എൻ എ എവിടെ കാണും? ഇവരെല്ലാരും ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാ? സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവർ മൂന്നാളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാ? സൈറ്റോപ്ലാസ്റ്റിലാണ്. സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിലാണ് എം ആർ എൻ എ കാണുക, ടി ആർ എൻ എ സൈറ്റോപ്ലാസ്റ്റിലാണ്, ആർ ആർ എൻ എ സൈറ്റോപ്ലാസ്റ്റിലാണ്. പക്ഷെ ആർ ആർ എൻ എയുടെ കേസ് മാത്രം ഡിഫറെന്റ് ആണ്. ഇതെന്താ സാധനം എന്നറിയോ? ഈ ഇപ്പൊ സ്ട്രക്ചറിൽ വരച്ച സാധനം എന്താന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റും? വരച്ചത് നന്നായിട്ടൊന്നുമില്ല, എന്നാലും നിങ്ങളുടെ ഭാവനാശക്തി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഈ വരച്ചത് നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചറാ. ഇതെന്താന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഈ റൈബോസോമിന്റെ ഉള്ളിലിരിക്കുന്ന ആർ എൻ എ ആണ് എന്ത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ആർ ആർ എൻ എ. ആർ ആർ എൻ എയുടെ ഫുൾ പേരെന്താ? റൈബോസോമൽ ആർ എൻ എ. റൈബോസോമിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആർ എൻ എ ഉണ്ട്. ആ ആർ എൻ എനെ വിളിക്കുന്ന പേരാണ് ആർ ആർ എൻ എ. അതുകൊണ്ടാണ് റൈബോസോമൽ ആർ എൻ എ വന്നത്. ഈ ആർ എൻ എനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് റൈബോസോം ഈസ് എ റൈബോസൈം. എന്താ റൈബോസൈം എന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ റൈബോസൈം എന്താന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും റൈബോസൈമിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, സോ റൈബോസൈം ഇസ് എൻ എൻസൈം. സോ എൻ ആർ എൻ എ, ഒരു ആർ എൻ എ അത് പ്ലസ് അതിന് ഏതെങ്കിലും എൻസൈമാറ്റിക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? റൈബോസൈം എന്ന് വിളിക്കും. ഇവിടെ ഇരിക്കുന്ന ഈ ആർ ആർ എൻ എ കണ്ടോ? ഇതൊരു ആർ എൻ എ ആണ്. ഇതിനൊരു എൻസൈമാറ്റിക് പവർ ഉണ്ട്. സോ ആ ഒരു എൻസൈമാറ്റിക് പവർ ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്താക്കാൻ വേണ്ടി പറ്റുന്നത്? റൈബോസൈം ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ റൈബോസൈംസ് പല ടൈപ്പ് ഉണ്ട്. ഹാമർ ഹെഡ് ആർ എൻ എ, റൈബോസോം, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് റൈബോസോം. നമുക്ക് ക്ലാസിക് ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ പറയുന്ന എൻസൈമാറ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? ഈ ആർ ആർ എൻ എക്ക് ഒരു എൻസൈമാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. സോ ഈ RNA എൻസൈമാറ്റിക് ഫംഗ്ഷൻ ആണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഈ റൈബോസോം ആണല്ലോ അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്ത് വെക്കുന്നത്. രണ്ട് അമിനോ ആസിഡ്സ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ RNA. സോ അതുകൊണ്ടാണ് അതിന് എൻസൈമാറ്റിക് ഫംഗ്ഷൻ ഉള്ളത്. സോ ഇറ്റ് ഈസ് എൻ റൈബോസൈം ആണ്. സോ ഇതിങ്ങനെ ഇടയിൽ നിങ്ങൾ കണ്ടന്റിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ അഡീഷണൽ സാധനങ്ങൾ തരും. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ മറന്നു പോവാണ്ട് പറയും വേണം. ഓക്കെ. സോ RNA ഫംഗ്ഷൻ ഇങ്ങനെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി ആണ്. mRNA ആണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്നത്. tRNA ആണ് ട്രാൻസ്ലേഷനിൽ റോൾ ഉള്ളത്. അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ. സോ സെൻട്രൽ ഡോഗ്മ അതാണുള്ളത്. സോ സെൻട്രൽ ഡോഗ്മയിൽ ഇൻവോൾവ് ആവുന്ന ഇതൊക്കെയാ. സോ ഫസ്റ്റ് DNA നിന്ന് DNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു. RNA ഫോം ചെയ്യുന്ന mRNA ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് RNA ഫോം ചെയ്യുന്നതിനും ട്രാൻസ്ക്രിപ്ഷൻ എന്താ വിളിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞു കഴിഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷന് മുമ്പ് mRNAക്ക് ചില മോഡിഫിക്കേഷൻസ് വരുത്തണം. അതിനെയാണ് നമ്മൾ RNA പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. അതിലുള്ള പ്രോസസ്സാണ് ക്യാപ്പിംഗ്, സ്പ്ലൈസിംഗ്, എഡിറ്റിംഗ്, പോളിഅഡിനേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന mRNA പ്രോട്ടീൻ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇത്. കണ്ടോ, ഇവിടെ നമുക്ക് DNA ഉണ്ട്. DNA യിൽ നിന്ന് RNA ഉണ്ടാക്കുന്നു. ആ പ്രോസസ്സിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ അത് ചെയ്യുന്നത് കണ്ടോ. അതേമാതിരി തന്നെ ഈ ഇരിക്കുന്ന RNA നിന്ന് വീണ്ടും DNA ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി DNA നിന്ന് DNA കോപ്പി ഉണ്ടാക്കുന്നു, അത് റെപ്ലിക്കേഷൻ. പിന്നെ കണ്ടോ, ഈ ഉണ്ടായ mRNA നിന്ന് ട്രാൻസ്ലേഷൻ നടത്തി പ്രോട്ടീൻ ഉണ്ടാവുന്നു. ആ പ്രോട്ടീനെ കണ്ടോ മോഡിഫിക്കേഷൻ നടത്തി ഫോൾഡ് ചെയ്ത് സെല്ലുലാർ ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ പ്രോട്ടീനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പ്രോട്ടിയോമിക്സ്. ഇവിടെയുള്ള ജീൻസ് ആൻഡ് ഈ ജീൻ പ്രോസസ്സിന് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റഡീസ് ആണ് ജീനോമിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ആ ഇമേജിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പരിപാടികൾ കഴിഞ്ഞു. പക്ഷെ ഈ ഇമേജ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ കണ്ടോ, ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന എൻസൈം ആണ് RNA പോളിമറേസ്. ആ RNA പോളിമറേസിൽ നിന്ന് നമുക്ക് 3 RNAകൾ ഫോം ചെയ്യാം: mRNA, rRNA, tRNA. ഓക്കെ. സോ ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് mRNA കുറിച്ചായിരിക്കും പഠിക്കുന്നത്. rRNA നമുക്ക് അങ്ങനെ മെൻഷൻ ചെയ്യാനില്ല. tRNA നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും 1-2 സ്ഥലത്ത്. മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് mRNA ആണ്. പക്ഷെ ഇവർ 3 ആളും ഉണ്ടായി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ പറയുന്ന 3 ആൾക്കാർ mRNA, rRNA, tRNA, ഇവർ 3 ആളും കൂടെ ചേർന്നിട്ട് ഈ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈബോസോം. ആ റൈബോസോമിന്റെ ഉള്ളിലിരിക്കുന്ന RNA ആണ് ആര്? rRNA. സോ mRNA മുകളിൽ റൈബോസോം വരുന്നു. ആ റൈബോസോമിന്റെ ഉള്ളിലിരിക്കുന്ന rRNA ഇതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കണ്ടോ അമിനോ ആസിഡ്സിനെ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കണ്ടോ, ഈ എൽ ഷേപ്പിൽ കാണുന്ന സ്ഥലം കണ്ടോ, ഈ ഉള്ളിൽ കയറിയിരിക്കുന്ന ഇവിടുത്തെ കനോട്ടേറ്റ് ഇത് കണ്ടോ. സോ ഇതാണ് നമ്മുടെ റൈബോസോം. ഈ റൈബോസോമിന്റെ ഉള്ളിലുള്ള ഒരു RNA ഉണ്ടാവും. ഇത് mRNA കണ്ടോ, ഇതാണ് ഈ താഴെ ഇരിക്കുന്നതാണ് mRNA. ഇനി ഇവിടെ വന്നിട്ട് കണ്ടോ പെയർ ചെയ്ത് ഈ റൈബോസോമിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇത് tRNA. ഇതിന്റെ ഉള്ളിൽ കൂടി ഈ റൈബോസോമിന്റെ സ്ട്രക്ചറിന്റെ ഉള്ളിൽ കൂടെ ഒരു RNA പോകുന്നുണ്ട്. അത് നടന്നിട്ടാണ് പ്രോട്ടീൻ അഥവാ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇതാവുന്നത്. സോ ആക്ച്വലി പ്രോട്ടീൻസ് ഉണ്ടാവുന്നത് പ്രൈമറി സ്ട്രക്ചർ ആണ്. പിന്നെ ഇതിനെ സെക്കൻഡറി, ടെർഷറി ആൻഡ് ഫങ്ഷണൽ കോംപ്ലക്സ് ആക്കി മാറ്റുന്നതാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാലും ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും പ്രോസസ്സിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ചാപ്പറോൺസ് എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ആ ചാപ്രോൺസിന്റെ ആക്ഷൻ വഴിയാണ് ഈ പ്രൈമറി സ്ട്രക്ചറിൽ നിന്ന് എല്ലാ പ്രോട്ടീൻസും ഉണ്ടായി വരുമ്പോൾ പ്രൈമറി സ്ട്രക്ചറിലാണ് ഉണ്ടായി വരിക. പിന്നെ അത് സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി സ്ട്രക്ചറിലേക്ക് മാറുക ചെയ്യുന്നത്. ഓക്കെ. സോ ഇതുവരെ പറഞ്ഞ സാധനങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ?
സെൻട്രൽ ഡോഗ്മ എല്ലാവർക്കും ക്ലിയർ ആണെന്നൊന്ന് പറയൂ. ഇത് ബേസിക് ആയിട്ടുള്ള സാധനം. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒന്നും ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ക്ലിയർ ആയോ ഇല്ലെന്നൊന്ന് പറയൂ. ഓക്കെ. സോ ഇത് വളരെ ബേസിക് ആൻഡ് ഫൗണ്ടേഷണൽ സാധനം. അത് ആർക്കും മിസ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം സ്ലോ ഡൗൺ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ക്ലിയർ ആവാത്ത ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നും കൂടെ പറയാം. സോ മോഡേൺ മോളിക്കുലാർ ബയോളജി ഇറയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന TR-നെ, RR-നെ, MR-നെ ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ട്രാൻസ്ലേഷൻ മെക്കാനിസം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ജനറ്റിക് കോഡ് എന്താന്നുള്ളത് പഠിക്കാനുണ്ട്. റീകോമ്പിനന്റ് DNA ടെക്നോളജി, ജീനോം സീക്വൻസിങ്. അതിന്റെ ഇടയിലാണ് നമുക്ക് മോളിക്കുലാർ ബയോളജിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ എൻസൈംസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതായത് DNA കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമുകൾ ഉണ്ട്. സോ റെസ്ട്രിക്ഷൻ എൻസൈം ആയിട്ടുള്ള ലിഗേസ്, മോളിക്കുലാർ ഗ്ലൂ ആയിട്ടുള്ള എൻസൈംസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സോ ഈ പറയുന്ന മോളിക്കുലാർ ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർലി മോളിക്കുലാർ ലെവലിലുള്ള 4 മേജർ ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ഓക്കെ. സോ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് അറിയാം എനർജി സോഴ്സ് ആണ്, സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ്. സോ മെയിൻലി എനർജി ഈൽഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ബ്രേക്ക് ഡൗൺ വഴിയാണ്. പിന്നെ ലിപ്പിഡ്സ് നിങ്ങൾക്ക് അറിയാം ഇവരും എനർജി സോഴ്സ് ആണ്. മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ്, സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ, മെംബ്രെയിൻ ബയോളജിയിലൊക്കെ ലിപ്പിഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രോട്ടീൻസ് ആണ് നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കമ്പോണൻസ്, എൻസൈംസ് ഉണ്ടാക്കിയിരിക്കുന്നത്, റിസപ്റ്റേഴ്സ്, മസിൽസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ജനറ്റിക് ഇൻഫർമേഷൻ ആൻഡ് ന്യൂക്ലിയസിനുള്ള ഡീറ്റെയിൽഡ് സാധനങ്ങളാണ് DNA ആൻഡ് RNA ഡീൽ ചെയ്യുന്നത്. സോ മേ ബി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ മോളിക്കുലാർ ബയോളജി എനിക്ക് പറഞ്ഞു തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂക്ലിക് ആസിഡ് സ്ട്രക്ചർ അറിയണം. ഓക്കെ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂക്ലിക് ആസിഡ് സ്ട്രക്ചർ അറിയാമോ? അതായത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, ഇവരുടെ ഒക്കെ കെമിക്കൽ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമോ? അതായത് പുതിയ ആൾക്കാരാണ് മെയിൻലി. സോ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്, സോ നിങ്ങൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ബയോകെമിസ്ട്രി പഠിപ്പിക്കുന്ന മിസ് പഠിപ്പിച്ചു തരും. സോ മെയിൻലി എനിക്കിപ്പോ പെട്ടെന്ന് മോളിക്കുലാർ ബയോളജി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂക്ലിക് ആസിഡ്സ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. ന്യൂക്ലിക് ആസിഡ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മോളിക്കുലാർ ബയോളജിയിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അമിനോ ആസിഡ്സും പ്രോട്ടീനും വേണം, പക്ഷെ അത് മിസ് എടുത്ത് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ലെവലിലേക്ക് എത്തും. അപ്പത്തേക്ക് നമുക്ക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എത്തുമ്പോഴേക്കേ പ്രോട്ടീൻ വേണ്ടുള്ളൂ. ഓക്കെ. സോ ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്. സോ ന്യൂക്ലിയോടൈഡുകൾ ചേർത്ത് വെച്ചിട്ടാണ് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് 3 കമ്പോണൻസ് ചേർന്നതാണ്. സോ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ബേസിക് ഷുഗർ ഉണ്ടായിരിക്കും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും. ഈ 3 ആൾക്കാരുടെയും കൂടെ കോമ്പിനേഷൻ ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. സോ ഈ 3 കമ്പോണൻസും ഉണ്ടെങ്കിൽ ന്യൂക്ലിയോടൈഡ് ആയി. അല്ല ഇതിൽ 2 കമ്പോണന്റ് ആണെങ്കിലോ? ഇതിലെ ഫോസ്ഫേറ്റിനെ ഞാൻ ഒഴിവാക്കി. അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഓക്കെ, ന്യൂക്ലിയോസൈഡ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. സോ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂക്ലിയോടൈഡ്സ് ഏതൊക്കെയാണുള്ളത് എന്നുള്ളത്. ATP, GTP, അല്ലെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അടുത്തേക്ക് പറയാം. സോ അവരുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ടത്. സോ കമ്പോണൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് നിങ്ങൾക്ക് അറിയാം. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെയുള്ള കമ്പോണന്റ് ആണ് പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത്. ആ ഷുഗർ 2 ടൈപ്പിൽ കാണാറുണ്ട്.
ഒന്നെങ്കിൽ റൈബോസ് ഷുഗർ അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ. സോ ആ ഇരിക്കുന്ന ഷുഗർ റൈബോസ് ആണെങ്കിൽ അത് RNA ആയിരിക്കും, ഡിയോക്സി റൈബോസ് ആണെങ്കിലോ അത് DNA ആയിരിക്കും. ഒന്നുമില്ല, ആ ഷുഗറിന്റെ സ്ട്രക്ചറിൽ ഒരു ഓക്സിജൻ പ്രസന്റ് ആണെങ്കിൽ അത് റൈബോസ്, ആ ഓക്സിജൻ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിയോക്സി റൈബോസ്. ഓക്കെ. പിന്നെ ഉള്ളതാണ് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസിനെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, പ്യൂരിൻസ് ആൻഡ് പിരമിഡ്സ്. പ്യൂരിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, സോ എനിക്ക് പണ്ട് എപ്പോഴും ഇത് മാറിപ്പോയിരുന്നു, ഈ പ്യൂരിൻസ് ഏതാ പിരമിഡിൻസ് ഏതാ. പ്യൂരിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTU ആണോ അതോ പിരമിഡിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് AG ആണോ, അങ്ങനെയൊക്കെ അങ്ങനെ അത് മാറിപ്പോകുന്ന ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് പഠിച്ചു വെച്ച ഒരു സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ആർക്കെങ്കിലും മാറിപ്പോകുന്ന എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വെച്ചൊരു കോഡ് ഇതാണ്, PUAG. AG ഞാൻ മാറ്റിയിട്ട് PUGA ആക്കി. അപ്പൊ നമുക്കിത് എന്ത് വായിക്കാം, പുക എന്ന് വായിക്കാം അല്ലെ. സോ പ്യൂരിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയും എയും ആണ്, പുക ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഞാൻ ആ കൺഫ്യൂഷൻ പറ്റി. ചില സമയത്ത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളോ ചിലപ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ, ചിലപ്പോൾ എക്സാമിന്റെ സ്പോട്ടിലൊക്കെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും, അത് പ്യൂരിൻ ആയിരുന്നു പിരമിഡിൻ ആയിരുന്നു എന്നൊക്കെ. സോ ഞാൻ ഈ കോഡ് വെച്ചായിരുന്നു പഠിച്ചു. സോ ഇങ്ങനത്തെ കോഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ, ഇത് എപ്പോഴാണ് നമ്മൾ മറന്നു പോകും, നമ്മൾ പഠിച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷെ ഈ കോഡുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണെങ്കിൽ എനിക്കിത് ഓർമ്മ ഉണ്ടാവും. ഓക്കെ. സോ പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ കണ്ടോ, 2 റിങ്സ് ഉണ്ടായിരിക്കും, അഡിനിനും ഗ്വാനിനും ആണ് അതിൽ വരുന്നത്. പിരമിഡിൻസ് എന്ന് പറയുമ്പോഴേക്ക് 3 മെമ്പേഴ്സ് ഉള്ളത്, സൈറ്റോസിൻ, തൈമിന്, യുറാസിൽ. ഓക്കെ. സോ ഇതിൽ യുറാസിൽ എപ്പോഴും എന്തിൽ മാത്രമേ കാണാറുള്ളൂ, RNA മാത്രമേ കാണാറുള്ളൂ. ഓക്കെ. സോ DNA RNA തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ടൈം ആയിട്ടുണ്ട് നമുക്ക്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയോടൈഡ്സ്, DNA RNA ഡിഫറൻസ്, അങ്ങനത്തെ കുറച്ച് ബേസിക്സിലേക്ക് ആയിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ബയോകെമിസ്ട്രിയിൽ ഏത് ടോപ്പിക് എടുത്തത്? ഇന്നലത്തെ ക്ലാസ്സിലെ ബയോകെമിസ്ട്രിയിൽ നിങ്ങൾ എന്താ പഠിച്ചത്? കാർബോഹൈഡ്രേറ്റ്സ് ആണോ, പ്രോട്ടീൻസ് ആണോ, ലിപ്പിഡ്സ് ആണോ, എന്താ ബേസിക് സ്ട്രക്ചർ, എന്താ ടോപ്പിക് പഠിച്ചതെന്ന് പറയൂ. ഹലോ. ഓക്കെ, ആരുടെ ഒരു അനക്കൊന്നുമില്ലല്ലോ. സോ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം, ഇന്ന് ഇത്ര മതി. സോ ആറ്റംസ്, കോവാലന്റ് ബോണ്ട്, ബേസിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ ശരി, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ന്യൂക്ലിയോടൈഡ് ബേസിക്സ് വെച്ച് തുടങ്ങാം, ന്യൂക്ലിയോടൈഡ് സ്ട്രക്ചർ. ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം.